നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കേരളത്തിലെ ഇലക്ഷൻ നടന്നപ്പോൾ വൻ വിജയം കോൺഗ്രസും സഖ്യകക്ഷികൾക്കും ചേർന്ന് നേടുവാൻ സാധിച്ചു. അങ്ങനെ 102 സീറ്റ് നേടിയ അവസ്ഥയിൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നിലവിൽ നടക്കുന്ന MLA-മാരായിട്ട് ഉള്ള സ്റ്റേറ്റ് ഇലക്ഷനിലേക്ക് MP-മാർ ആരും തന്നെ മത്സരിക്കുവാൻ പാടില്ല എന്ന് അന്ന് അടിവരയിട്ട് പറഞ്ഞാണ്. അങ്ങനെയെങ്കിൽ KC വേണുഗോപാലിന് എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ സാധിക്കും? ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു നിയമം മാറ്റി എടുക്കുവാൻ സാധിക്കുന്നതാണോ? മാത്രമല്ല, അദ്ദേഹം ഒരു ജനറൽ സെക്രട്ടറി ആയിരിക്കെ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകേണ്ട ഒരാളായിരിക്കെ എന്തിന് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അദ്ദേഹം തുനിയുന്നു? എന്തിനങ്ങനെ കോൺഗ്രസിനെ ഒരു ചന്നഭിന്നമാക്കി മാറ്റുന്നു? എന്നാൽ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ, KC വേണുഗോപാൽ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ പോകുമ്പോൾ ഈ മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അതിനെ തടഞ്ഞിട്ട് MP-മാർക്ക് നമ്മൾ MLA-മാരായിട്ട് മത്സരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു സാഹചര്യത്തിൽ വേണുഗോപാലിന് ഒരു MLA പോലും അല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിലും MP ആയിരിക്കുന്ന സ്ഥിതിക്കും AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സ്ഥിതിക്കും എന്തിനാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിച്ചിഴക്കുന്നത്? ഒരു വ്യക്തിക്ക് വേണ്ടി എന്തിനാണ് നിയമങ്ങൾ മാറ്റിയെഴുതുന്നത്? ഇതെല്ലാം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയും ചേർന്നാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ ഈ മെല്ലെപ്പോക്ക്, അത് തീരുമാനമെടുക്കാനില്ലാത്ത കഴിവും വളരെയധികം പ്രയാസം കോൺഗ്രസിൽ വരുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായിരിക്കുന്ന മോഡി എന്ത് ഒരു പ്രാധാന്യമാണ് കൊടുക്കുന്നത്? പപ്പു എന്ന് വിളിക്കുകയും മറ്റ് മറുപേര് വിളിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ താക്കീത് കൊടുത്ത് അവരെയൊക്കെ, മോഡിയൊക്കെ ഒരു നിലക്ക് നിർത്തേണ്ടതാണ്. അതൊന്നുമില്ലാതെ പറയുന്നത് എന്താണെന്ന് തന്നെ ഒരു വകതിരിവില്ലാതെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രവണത, അത് കോൺഗ്രസിൻ്റെ അധപ്പതനത്തിൻ്റെ ഒന്നാമത്തെ സാഹചര്യമാണിത്. ഈ